നമ്മുടെ സെഗ്മെന്റുകൾ തുടങ്ങുകയാണ്. ദൈവമേ കൈതൊഴാമിലേക്ക്. തിരുവനന്തപുരം ജില്ലയിലെ ശ്രീകാര്യം ഇളംകുളത്ത് സ്ഥിതി ചെയ്യുന്ന മഹാദേവ ക്ഷേത്രം ഭക്തിയുടെയും പാരമ്പര്യത്തിന്റെയും ആത്മീയതയുടെയും സംഗമ കേന്ദ്രമാണെന്ന നിലയിൽ ഏറെ ശ്രദ്ധേയമാണ്. ദിവസേന നൂറുകണക്കിന് വിശ്വാസികൾ ദർശനത്തിനെത്തുന്ന ഈ ക്ഷേത്രം പ്രദേശത്തിന്റെ സാംസ്കാരിക ജീവിതത്തിലും നിർണായക സ്ഥാനം വഹിക്കുന്നുണ്ട്. ആചാര പാരമ്പര്യത്തിലും ആത്മീയ മൂല്യങ്ങളും ഒരുപോലെ ഉൾക്കൊള്ളുന്ന ശ്രീകാര്യം ഇളംകുളം മഹാദേവ ക്ഷേത്രത്തിലെ വിശേഷങ്ങൾ കണ്ടുവരാം ഇന്നത്തെ ദൈവമേ കൈതൊഴാമിൽ. വർഷങ്ങൾക്കു മുൻപ് ആഴി രാജവംശം വിഴിഞ്ഞം കേന്ദ്രമായി ഭരിച്ചിരുന്ന കാലം മുതൽ പല ചരിത്രരേഖകളിലും മഹാദേവ ക്ഷേത്രത്തെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. ആദ്യകാലങ്ങളിൽ ഒരു വലിയ തടാകത്തിനു ചുറ്റുമുള്ള തരിശുഭൂമിയായിരുന്നു ക്ഷേത്രം നിലകൊള്ളുന്ന പ്രദേശം. മഹാദേവ ഉപാസകനായ പണ്ഡിതനെ വാർദ്ധക്യം തളർത്തിയതോടെ മറ്റെവിടെയും മഹാദേവനെ ദർശിക്കാൻ യാത്ര ചെയ്യാൻ കഴിയാതെയായി. അങ്ങനെ അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയുടെ ഫലമായി തടാകത്തിന്റെ കരയിൽ സ്വയംഭൂവായി ശില പൊങ്ങിവന്നെന്നും മഹാദേവന്റെ ചൈതന്യം തെളിഞ്ഞു വന്നതായുമാണ് ഐതിഹ്യം. കേരളത്തിന്റെ പരമ്പരാഗത ക്ഷേത്ര സംസ്കാരത്തിന്റെ സവിശേഷതകൾ പ്രതിഫലിക്കുന്ന അന്തരീക്ഷമാണ് ക്ഷേത്രത്തിലേത്. വൃത്തിയുള്ള പരിസരവും ശാന്തമായ അന്തരീക്ഷവും ഭക്തർക്ക് ആത്മീയമായ അനുഭവം സമ്മാനിക്കുന്നു. വിവിധ വിശേഷ ദിനങ്ങളിൽ പ്രത്യേക പൂജകളും ഇവിടെ നടത്താറുണ്ട്. മഹാദേവന് മുന്നിലായി ഹനുമാൻ സ്വാമിയെയും ഇവിടെ കുടിയിരുത്തിയിട്ടുണ്ട്. കൂടാതെ ശാസ്താവ്, യക്ഷിയമ്മ, നാഗകന്യകൾ, ഗോശാല കൃഷ്ണൻ തുടങ്ങി വേറെയും പ്രതിഷ്ഠകൾ. ഏതാണ്ട് 1200 വർഷത്തോളം പഴക്കം പറയപ്പെടുന്ന പഴമക്കാർ പറയുന്ന ഈ ക്ഷേത്ര സങ്കേതം ആവിർഭവിച്ചത് ആയി രാജവംശത്തിൻ്റെ കാലത്താണെന്നാണ് പറയപ്പെടുന്നത്. പ്രകൃതി അതിൻ്റെ ചൈതന്യം മുഴുവൻ പെയ്തിറക്കിയിരിക്കുന്ന ഒരു സ്ഥലമാണിത്. സ്വയംഭൂവായ മഹാദേവ ചൈതന്യമാണ് ഇവിടെ കുടികൊള്ളുന്നത്. ഏതാണ്ട് അതിവിശാലമായ ഏക്കർ കണക്കിന് വിശാലതയുള്ള വലിയൊരു കുളത്തിന് നടുക്ക് കാണപ്പെട്ടൊരു വലിയ ശിലാഖണ്ഡത്തിൽ ആവിർഭവിച്ച ഈ ദേവചൈതന്യം ഒരു ഋഷിതുല്യനായ ഉപാസകൻ്റെ ദർശനത്തിലാണ് കണ്ടെത്തിയതും അവിടെ മുതലാണ് ഇത് ആചരിക്കപ്പെടുന്നത്, പൂജിക്കപ്പെടുന്നത്. നഗരജീവിതത്തിന്റെ തിരക്കുകളിൽ നിന്ന് മാറി സ്വസ്ഥമായി ഇരിക്കാൻ ആഗ്രഹിക്കുന്നവരും ഇവിടെ എത്താറുണ്ട്. നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ഈ ക്ഷേത്രം ജീർണാവസ്ഥയിലായിരുന്നു. 2017 ആണ് ഇതിൻ്റെ പുനരുദ്ധാരണം തുടങ്ങിയത്. ഏതാണ്ട് 1.5 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് കേരളത്തിൻ്റെ പഴമയുടെ തനിമ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഈ ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണം നടന്നിട്ടുള്ളത്. കാലം മാറിയിട്ടും വിശ്വാസത്തിന്റെയും ആത്മീയ മൂല്യങ്ങളുടെയും പ്രാധാന്യം നഷ്ടപ്പെട്ടിട്ടില്ലെന്ന് ഓർമ്മപ്പെടുത്തുന്ന ഇടങ്ങളിലൊന്നാണ് ശ്രീകാര്യം ഇളംകുളം മഹാദേവ ക്ഷേത്രം. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.